കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടെ കർത്താവ് ഒരുക്കിയതിനായിട്ട് നമുക്ക് നന്ദി പറയാം. നാം കേൾക്കുന്നത് അത് ദൈവത്തിൻ്റെ വചനമായാലും മറ്റുള്ളവരുടെ ഉപദേശമായാലും നല്ലത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. കാരണം എപ്പോഴെങ്കിലും ആ വചനങ്ങൾ, വാക്കുകൾ മനുഷ്യരായ നമുക്ക് പ്രചോദനമുള്ളതായിത്തീരും. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നാം ദൈവത്തിൻ്റെ വചനം നിരന്തരം കേൾക്കുന്നവരാണ്, അല്ലെങ്കിൽ നല്ല ഉപദേശങ്ങൾ നിരന്തരം ശ്രവിക്കുന്നവരാണ്. എന്നാൽ കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അന്ത്യം വരെ ജീവിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഒരു ഡൈവേർഷൻ അല്ലെങ്കിൽ ഡ്രിഫ്റ്റിംഗ് എവേ, ഒരു തെന്നിമാറൽ, ഒരു വഴുതിപ്പോക്ക്, വഴിവിട്ടുപോക്ക്, അതൊക്കെ മനുഷ്യജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര ഗൗരവമായി ആ വിഷയത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത്. നാം കേട്ടതെന്താണ്? സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവദാസന്മാരിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടി, കർത്താവിൽ കൂടി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആ വചനം എന്തിനു നമ്മെ അറിയിച്ചു എന്ന് ചോദിച്ചാൽ, ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിൻ്റെ വസ്ത്രം അത് തിരികെ നൽകി മനുഷ്യനെ യഥാർത്ഥ പാതയിലേക്ക് വഴി നടത്തി അത് മുഖാന്തരം അവനെ ദൈവരാജ്യത്തിൽ എത്തിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതൊരു രക്ഷാകരമായ പദ്ധതിയാണ്. ആ രക്ഷാകരമായ പദ്ധതിക്ക് ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാകുന്നു. നാം പിന്നെയും പിന്നെയും ദൈവവചനം കേട്ട് അതിൽ ഉറച്ച് അതിൻ പ്രകാരം തന്നെ നമ്മുടെ ക്രിസ്തീയ യാത്ര മുൻപോട്ട് നയിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് ഓർപ്പിക്കുന്നത്, നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന്. നമുക്ക് വേണ്ടി കാൽവരിയിൽ നമ്മുടെ കർത്താവ് യാഗമായി തീർന്നത് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി കാൽവരിയിൽ താൻ ചൊരിഞ്ഞ രക്തം മൂലം സകല മനുഷ്യർക്കും പാപമോചനം ലഭിക്കും എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി കളഞ്ഞ് മരണത്തെ പുൽകിയത്. സ്തോത്രം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നതെന്നും ആ യേശുവിൻ്റെ രക്തം മൂലം അല്ലെങ്കിൽ യേശുവിൻ്റെ മരണം മൂലം നമുക്ക് നഷ്ടമായി പോയ ആ തേജസ്സിൻ്റെ വസ്ത്രം അത് ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ കൂടി നമുക്ക് മടക്കി ലഭിക്കും എന്നും നാം അറിഞ്ഞ് വിശ്വസിച്ച് അതിന് പ്രകാരം ജീവിക്കുന്നവരാണ്. സ്തോത്രം.
ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഡീവിയേഷൻ ഒരിക്കലും നമ്മുടെ ആ യാത്രയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി ഇത്രയധികം കഷ്ടവും സങ്കടവും ബുദ്ധിമുട്ടുകളും നമ്മുടെ കർത്താവ് അനുഭവിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൂതന്മാരെക്കാൾ, ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും നാം ദൈവത്തിന് ഏറ്റവും വിലയേറിയവരാണ് എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ വില നാം മനസ്സിലാക്കണം. വേറെ ആർക്കും വേണ്ടി ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി കർത്താവ് ഇത്രയും പങ്കപ്പാട് സഹിച്ചത് നമ്മെ ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് നാം കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകുവാനിടയാകാതെ നമ്മുടെ രക്ഷാകരമായ പദ്ധതിയിൽ നിന്ന് നാം ഒരിക്കലും ഡൈവേർട്ട് ചെയ്തു പോകുവാനിടയാകാതെ ആ പാതയിൽ തന്നെ യാത്ര ചെയ്ത് ദൈവരാജ്യത്തിൽ എത്തിച്ചേർന്ന് കർത്താവിനോടൊപ്പം നമ്മുടെ നിത്യത ചെലവിടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നേടിയതെല്ലാം ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോകേണ്ടവരാണ്. ഈ ലോകത്തിലെ ഒരു ഹല്ലേലൂയ സ്തോത്രം എത്ര വലിയ സമ്പത്തിനും എത്ര വലിയ സ്ഥാനങ്ങൾക്കും എത്ര വലിയ പ്രൗഢിയുള്ള ജീവിതത്തിനും നമ്മെ ഒന്നിനും രക്ഷിക്കുവാൻ സാധ്യമല്ല. എന്നാൽ സാധുക്കളും ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളുമായ നാം ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ഓമനകുമാരനെ കാൽവരിയിൽ യാഗമാക്കി തീർത്ത് നമ്മെ രക്ഷിക്കുവാൻ ഒരുക്കിയ ഈ പദ്ധതിയിൽ നമുക്ക് ഹല്ലേലൂയ സന്തോഷിക്കാം. ഈ പദ്ധതി അത് പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ഇനി അധികം സമയമില്ല. നാം ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ കാലം ഹല്ലേലൂയ അതിവിദൂരമല്ല. ഇതാ നമുക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയിൽ നമുക്ക് പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കൃത്യമായി യാത്ര ചെയ്ത് സുരക്ഷിതമായ കരങ്ങളിൽ ദൈവരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.